പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിരുന്നു ഈ ഹൈവേ നിർമ്മാണം എന്ന് പറയുന്നത്. കാരണം കേരള ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും ഇത് നടപ്പിലാക്കിയെടുക്കുന്നതിൽ കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കുന്നതിൽ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിക്ക് വലിയ പങ്കുണ്ട്. ജനങ്ങൾ അങ്ങേയറ്റം രോഷാകുലരാണ്. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രവർത്തിയുടെ സമരത്തിൻ്റെ ഭാഗമാണ്. ഇന്നുണ്ടായൊരു രസകരമായ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ BJP ജില്ലാ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസ്താവന ഇറക്കേണ്ടതെന്ന് അറിയോ? ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നതെന്ന് ആ പൾസ് എന്താണെന്ന് BJPക്ക് മനസ്സിലായി. ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന BJPക്കാരന് ടോൾ ഒഴിവാക്കി കൊടുക്കുന്നില്ലല്ലോ, അയാളും കൊടുക്കേണ്ടി വരും. അവരും സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പോൾ അത് മനസ്സിലായി. ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി ആലോചിച്ചിട്ട് പ്രശ്നം പരിഹരിക്കുമെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പച്ചയായ പകൽ കൊള്ളയാണ്, ഹൈവേ കൊള്ളയാണ്. ഇപ്പോൾ യൂസർ ഫീ അല്ലെങ്കിൽ ടോൾ, ഇതുമായി ബന്ധപ്പെട്ട് പല ഡിബേറ്റുകളും നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ മാറ്റി വെച്ചേക്കും. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുക. യൂസർ ഫീ, ഒരു പബ്ലിക് അമ്യൂണിറ്റി ഉപയോഗിക്കുന്നതിന് യൂസർ ഫീ കൊടുക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ഡെവലപ്മെൻറ്റ് മോഡലിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ റൂൾസ്, റെഗുലേഷൻസ്, എറ്റിക്വറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു യൂസർ ഫീ കൊടുത്ത് ഒരു സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ യൂസർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെല്ലാം ലഭിക്കണം. അത് നിയമപ്രകാരം നടക്കണം. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. ഇതൊരു ക്രൈസിസിൽ പെടാൻ പോകുന്ന CPM ആണ്. അത് ഞാൻ പറയുന്നത്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റായിരുന്നു ഈ ഹൈവേ നിർമ്മാണം എന്ന് പറയുന്നത്. കാരണം ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും ഇത് നടപ്പിലാക്കിയെടുക്കുന്നതിൽ കേരളത്തിൽ നടപ്പിലാക്കിയെടുക്കുന്നതിൽ പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിക്ക് വലിയ പങ്കുണ്ട്. അതിലൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ബലത്തിലാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. നോക്കൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു അടിപൊളി യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് എന്ന് ജനങ്ങളോട് തെരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റുന്ന വിധം ഒരു ഷോക്കേസ് പ്രോജക്റ്റാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴാണ് ജനങ്ങളെ വെറുപ്പിക്കുന്ന ഈ പരിപാടി നടത്തുന്നത്. ഇതാരാണ് നടത്തുന്നത്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. സ്കൈലാർക്ക് എന്ന് പറയുന്ന ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് ഈ ആരിക്കാടിയിലെ ടോൾ പ്ലാസ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഗൗരവമായിട്ട് ഇടപെടണം. CPMും സർക്കാരും അവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനരോഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണകരമാകേണ്ടിയിരുന്നൊരു പ്രോജക്റ്റ് അവർക്കെതിരായി ജനരോഷം ഉണ്ടാക്കാനുള്ള ഒരു സംഗതിയായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് മറ്റാരേക്കാളും ഗൗരവത്തോടെ ഈ വിഷയത്തിൽ ഇടപെടാൻ CPMന് ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.